അയ്യോ നോക്കടാ और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഓ മൈ ഗോഡ്. ചെറുക്കൻ കീടേക്ക് തിമിർത്ത് കാലക്ക്. നിനക്ക് മാസാണ് വേണ്ടത്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ജാൻവി അല്ലാതെ ഇനി ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. ആയിരിക്കുമോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ആരായിരിക്കും ആ ഒരാൾ? ഇനി നീ എങ്ങാനും രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ, ഉറപ്പ്. Face the world, Abraham. ഒരു രക്ഷയില്ല. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ലേ? സയ്യിദ് മസൂദ്. നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊഴപ്പാ. മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി നാറി. എമ്പരാൻ ഓടിയാലുണ്ട്, ഓടിയിലുണ്ട്. നിനക്കല്ല എന്ത് ഉണ്ടേ കിട്ടണം. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കടാ. ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു. എന്ത് ഉണ്ട് കിട്ടാണ് അല്ല പണി ചെയ്ത് കുടുംബത്തിന് കാശിലേക്ക് കൊടുക്കുക. എടാ ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വയ്ക്കൂടെ? എമ്പുരാൻ പൊളിയുമോ? കാരണം ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയിരിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സിനിമയുടെ ഭാഗം. സാമ്പത്തികമായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും. പ്രീ ബിസിനസ്സും ഫസ്റ്റ് 3 ഡേ കളക്ഷനും കൊണ്ട് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. നിങ്ങളെ നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ ഇറങ്ങാൻ പോകാൻ മാർച്ച് 27 രാവിലെ 6 മണിക്ക് എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. സൂപ്പർ പടം ആയിരിക്കും. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. അതോടെ അനുസരിച്ച് തുടരും ലാലുക തുടങ്ങാൻ പോവാണ്. ലാലേട്ടൻ അറടിക്കുകയാണ്. ലാലേട്ടൻ അറടിക്കുക.